ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് നമുക്ക് എങ്ങനെ എടുക്കാം, അതിന് ബാക്കപ്പ് എടുത്ത ഡേറ്റാബേസിനെ നമുക്ക് എങ്ങനെ വീണ്ടും യൂസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ലോക്കൽ ഹോസ്റ്റ് എടുക്കുന്നുണ്ട് phpMyAdmin. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എടുക്കുകയാണ്. ഇതാണ് ഡേറ്റാബേസ്. ഓക്കെ, അതിനുള്ളിൽ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിനുള്ളിൽ ഞാൻ രണ്ട് വാല്യൂസും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് വാല്യൂ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിനുള്ളിൽ. അപ്പോൾ നമ്മളൊരു ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഡേറ്റാബേസിലുള്ള ഫുൾ ടേബിൾസും ആ ടേബിൾസിനുള്ളിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസും, അങ്ങനെ ഫുൾ കാര്യങ്ങൾ നമുക്കൊരു ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്കപ്പ് എടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നിലവിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഈ TBL സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ, ഈ സ്പെസിഫിക് ടേബിൾ മാത്രമേ ബാക്കപ്പ് ആകത്തുള്ളൂ, എക്സ്പോർട്ട് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡേറ്റാബേസ് ഫുള്ളായിട്ട് എക്സ്പോർട്ട് ആവണമെങ്കിൽ ഡേറ്റാബേസിനെ ചൂസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഡേറ്റാബേസിന് ഒന്നുകൂടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡേറ്റാബേസിനെ ഞാൻ ചൂസ് ചെയ്യും. ഡേറ്റാബേസ് ഇപ്പം നിലവിൽ ഡേറ്റാബേസാണ് ചൂസ് ആയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാനിതിനെ എക്സ്പോർട്ട് എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനുള്ളിൽ പല ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് കാണാം. ഇതിനുള്ളിൽ പല ഫോർമാറ്റ്സ് ഉണ്ട്. SQL ഫോർമാറ്റ് ഉണ്ട്, PDF ഫോർമാറ്റ് ഉണ്ട്, PHP ഫോർമാറ്റ്, അങ്ങനെ പല ഫോർമാറ്റ് ഉണ്ട്. നമുക്കിവിടെ വേണ്ട SQL ഫോർമാറ്റാണ്. ഡീഫോൾട്ട് SQL ഫോർമാറ്റ് ആയിരിക്കും വരുന്നത്. അല്ല, എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് വന്ന് കിടക്കുന്നെങ്കിൽ SQL ഫോർമാറ്റിലേക്ക് ഒന്ന് മാറ്റുക, SQL ഫോർമാറ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഗോയിലൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഡേറ്റാബേസ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മുടെ ഡേറ്റാബേസ് DB_sample എന്ന ഡേറ്റാബേസ് നമുക്ക് ഇവിടെ ഡൗൺലോഡായി. നമുക്ക് തന്നെ ഡൗൺലോഡ്സിൽ പോയി ഫയൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കോപ്പി ചെയ്യാണ്, ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുത്തു. ഈ ഫയൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിനുള്ളിൽ എന്തൊക്കെ ഉള്ളത് നമുക്കറിയാൻ വേണ്ടി. ഇതൊരു ഇപ്പോൾ നോട്ട് പാഡിലാണ് ഓപ്പൺ ആയി വരുന്നത്, ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. ഇതിനുള്ളിൽ phpMyAdmin ഉണ്ട്. അതുപോലെ തന്നെ ഏത് ഹോസ്റ്റാണ്, നമ്മൾ ലോക്കൽ ഹോസ്റ്റാണ് യൂസ് ചെയ്തത്, അങ്ങനെ കാര്യങ്ങൾ, ആ വേർഷൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ താഴേക്ക് വരുമ്പോൾ ഡേറ്റാബേസിൻ്റെ പേര്, ഇതാണ് നമ്മൾ ബാക്കപ്പ് എടുത്ത ഡേറ്റാബേസിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റാബേസിൻ്റെ പേര് ആവശ്യമായിട്ട് വരും. ആ ടൈമിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡേറ്റാബേസിൻ്റെ പേര് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടേബിൾസ്, ഏതൊക്കെ ടേബിൾസ് ഉണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് ഒരു ടേബിൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ടേബിളിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എത്ര ടേബിൾ ഉണ്ട് അത്ര ടേബിൾ, ആ ടേബിളിലുള്ള വാല്യൂസ് എല്ലാം SQL query ആയിട്ട് ഇതിനകത്ത് സേവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു SQL ഫോർമാറ്റിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും എങ്ങനെ യൂസ് ചെയ്യാം, ഈ ബാക്കപ്പ് എടുത്ത ഫയൽ നമുക്ക് വീണ്ടും എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഡേറ്റാബേസ്, അതായത് സാമ്പിൾ എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം DB സാമ്പിൾ എന്നുള്ള ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഡേറ്റാബേസും ഇല്ല. ആ ഡേറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾസ് എല്ലാം സംഭവം പോയി. പിന്നെ നമുക്ക് എങ്ങനെ ഈ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റാബേസിന് വീണ്ടും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം നെയിമിൽ തന്നെ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റാബേസിൻ്റെ സെയിം നെയിമിൽ തന്നെ ഒരു ഡേറ്റാബേസ് അതും ക്രിയേറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം ഞാനിവിടെ ആ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. DB_sample എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഡേറ്റാബേസിൻ്റെ പേര് എന്തെങ്കിലും കാരണം മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഫയൽ, നമ്മൾ ബാക്കപ്പ് എടുത്ത ഫയലിനുള്ളിൽ അതിൻ്റെ പേരൊക്കെ ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡേറ്റാബേസ് ഒന്ന് ഓപ്പൺ ആക്കി. അപ്പോൾ അതിനുള്ളിൽ ടേബിൾസ് ഒന്നുമില്ല, ജസ്റ്റ് ഡേറ്റാബേസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നതിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ആ ടേബിൾസിനെ അതിൻ്റെ വാല്യൂസിനെ എല്ലാം കൂടി ഈ ഡേറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ താഴെ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആ ഫോർമാറ്റ്സുകൾ, SQL ഫോർമാറ്റ്, അങ്ങനെയുള്ള ഫോർമാറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ SQL ഫോർമാറ്റിലാണ് അതിനെ ബാക്കപ്പ് എടുത്തപ്പോൾ SQL ഫോർമാറ്റ് തന്നെ ചൂസ് ചെയ്യുക. ദെൻ ഇവിടെ ബ്രൗസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ബാക്കപ്പ് എടുത്ത ഫയലിനെ ബ്രൗസ് ചെയ്യുക, ഒന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ ഞാൻ കൊണ്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാമ്പിൾ അതിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ചൂസ് ആയിട്ടുണ്ട്. ഇനി
ഇവിടെ ഗോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഫിനിഷ്ഡ്. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ടേബിൾ വന്നു. ആ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിളും ആ ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുക്കുന്നത്. അതായത് ഡേറ്റാബേസിനെ എക്സ്പോർട്ട് ചെയ്യുന്നതും അതിനെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് നമ്മുടെ ഒരു ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് നമുക്ക് എങ്ങനെ എടുക്കാം, അത് വീണ്ടും എങ്ങനെ യൂസ് ചെയ്യാം, ആ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.